നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ആശാസമരം, കേരളിന്റെ സമരം, നവീൻ ബാബുവിന്റെ മരണം, ശബരിമല കൊള്ള, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച മാസപ്പടി കേസൊക്കെ ഇവരെത്ര ന്യായീകരിച്ചാലും അത് ഒരു സാധാരണ പാർട്ടിക്കാരന് ദഹിക്കാൻ കഴിയില്ല. രണ്ടാമത് രാജേഷ് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം, 4 ചാനലുകൾ വളരെ കൃത്യമായി ബോധപൂർവമായി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുക. ഇവിടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം ഉണ്ടാക്കി എന്ന് പറയുകയാണ്. കണ്ണു തുറന്നു വെക്കുന്ന എല്ലാവർക്കും അറിയാം അവിടെ കണത്തിനെ കിടക്കുന്നവരിവിടെ അവശേഷിക്കുകയാണ്. ഇന്നു മുതൽ കേരളത്തിൽ അതിദരിദ്രരില്ല. മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കെ അതാ അവസാനത്തെ ആളും അതിദരിദ്രനല്ലാതായി മാറുന്നു. ക്യാബിനറ്റ് നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇത്? PR ഏജൻസിയുടെ എന്തോ കണക്ക്, അതോ പെട്രോൾ അടിക്കുന്ന പമ്പിൽ ഇതുപോലെ ഏതാണ്ട് ഇങ്ങനെ പറയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള 3 ചാനൽ പ്രവർത്തകർ നിന്നിട്ട്, മാധ്യമപ്രവർത്തകർ നിന്നിട്ട് എന്റെ പേരും കൂടി പറഞ്ഞിട്ട് അവരിത് പറയുകയാണ്. ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് അത്ഭുതം തോന്നി. ഇവർ പറയുന്നത് നമ്മളെന്തോ വലിയ പാതകം പറഞ്ഞതുപോലെയാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറയണം എന്നാണ് ഈ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കുറെ മുതിർന്ന മാധ്യമപ്രവർത്തകർ കൺസൾട്ടൻസി ഉണ്ടാക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതിന്റെ കീഴിൽ വേറെ കുറെ മാധ്യമപ്രവർത്തകർ. ഇങ്ങനെ ഈ മാധ്യമപ്രവർത്തകർ എന്നുള്ള മീഡിയ ഇതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പെയ്ഡ് ന്യൂസ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. കിഫ്ബി അതിനുവേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. അഡ്വർടൈസ്മെന്റിന്റെ കണ്ടന്റ് കൊടുക്കാതെ പൈസ കൊടുക്കുക, പകരം ന്യൂസിന്റെ സമയത്ത് ആ മാധ്യമ സ്ഥാപനത്തിന്റേതാണെന്നുള്ള വ്യാജേന ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. ഇതിനേക്കാൾ വലിയ പെയ്ഡ് ന്യൂസിന്റെ കാര്യമുണ്ടോ? എനിക്ക് ആരാണ് അടുത്ത മുഖ്യമന്ത്രിയെങ്കിലും അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നേരിട്ട് കണ്ടും അഭ്യർത്ഥിക്കും. ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ്. പക്ഷേ UDF ആയതുകൊണ്ട് അവര് സാധാരണ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല. ആ മഹാമനസ്കതയാണ് ജനാധിപത്യം എന്നാണ് അവർ പലപ്പോഴും വിചാരിക്കുക. പക്ഷെ ഇതറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അവർ ഈ വോട്ട് ചെയ്തത് ഇതിന്റെ പ്രതിഷേധത്തിന്റെയും കൂടെ സൂചകമായിട്ടാണ്. അടുത്ത സർക്കാർ വരുമ്പോൾ ഇപ്പം 30,000 കോടി രൂപ സംസ്ഥാന സർക്കാർ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കൊടുത്തതാണ്. 38,000 കോടിയാണ് കിഫ്ബി ചെലവാക്കിയിട്ടുള്ളത്. പിന്നെ എന്തിനാണ് 19,000 കോടി രൂപയുടെ പലിശയ്ക്ക് പണം എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുവന്നിട്ട് 2,100 കോടി രൂപയുടെ മസാല ബോണ്ട് വാങ്ങിയിട്ട് 3,000 ചില്ലുവാനും തിരിച്ചു കൊടുക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? അടുത്ത സർക്കാർ 16,500 കോടി രൂപ റീപേയ്മെന്റ് അടുത്ത 5 വർഷത്തിനുള്ളിൽ നടത്തണം. എന്താവശ്യത്തിനാണ് ഈ വായ്പ എടുത്തത് എന്നുള്ളത് പരിശോധിക്കപ്പെടണ്ടേ? ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ, നേരത്തെ ഇവിടെ പല രാഷ്ട്രീയക്കാരെ കുറിച്ച് നമ്മൾ പറയും, ഉദ്യോഗസ്ഥരെ കുറിച്ച് എന്താ പറയാത്തെ? ഏതാണ്ട് അതേ പ്രായമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും റിട്ടയർ ചെയ്തിട്ട് ഇറങ്ങാതെ അവിടെ ഇരിക്കുക. എന്തേ കേരളത്തിൽ വേറെ ആർക്കും ഇതൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ലേ? മറ്റാരുണ്ട് ഞാനല്ലാതെ എന്നാണ് അവരും നമ്മളോട് ചോദിക്കുന്നത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലൂടെ പറയുന്നത് അവരും കളമൊഴിഞ്ഞു പോകണം എന്നുള്ളതാണ്. കളമൊഴിഞ്ഞു പോയാൽ മാത്രം പോരാ, അവരുടെ ചെയ്തികളെക്കുറിച്ച് വിലയിരുത്തപ്പെടണം. അവർ ചെയ്ത കാര്യങ്ങൾ അന്വേഷിക്കപ്പെടണം. കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും വേണം.